നാരങ്ങക്കറി വെക്കട്ടു. കുറേ ആയി ഒരു നാരങ്ങക്കറി വെക്കാതെ. ഇപ്പം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം ഉള്ളിൽ നാരങ്ങ തോലുകളിലാണ്. തോലുകളെന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കറക്റ്റ് നാരങ്ങ ചെറുതായിട്ട് അരിയാം. കനം കുറച്ച് നീളത്തിലരിയാം. ഇഞ്ചി തോലുകളിലാണ് നാരങ്ങയിലിടുക. പച്ചമുളകും ഇഞ്ചിയും കഴുകിയിട്ട് വരട്ടി ഞാൻ ഇഞ്ചിയും പച്ചമുളകും മുറിച്ചിടലാണ്. മുറിക്കലാണ്. വെളുത്തുള്ളി തൊലികളയിലാണ്. ഇതെന്താണ്? ഇതൊരു നാരങ്ങക്കറി വെക്കാനാണ്. എത്രയായി ഒരു നാരങ്ങക്കറിന്ന് വെച്ച് കൂട്ടാതെ ഉണ്ടായിപ്പോ നാരങ്ങ ആയിരിക്കലോ. എന്നാ വെക്ക് വേഗം വെക്കാം. ഇത് ഞാൻ മുറിച്ചിടലാണ്. കൂട്ടാല ഞാൻ സഹായിക്കാം. നീ കത്തിക്ക്, ഞാൻ പോയിട്ട് സാധനം എടുത്തിട്ട് വരട്ടെ. കറി വെക്കാൻ പോയിട്ട് വരട്ടെ. നമ്മളിപ്പോ നമ്മളെ വെക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടല്ലോ. നമ്മളിന്ന് മിറ്റത്തിനാണ് വെക്കുന്നത്. അകത്തുനിന്ന് വെക്കുമ്പം നല്ല വെളിച്ചം കിട്ടൂല. അതുകൊണ്ട് നമ്മൾ മിറ്റത്തിന് ഇന്ന് വെക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. ടല്ല നേരിട്ടിട്ട് കറി വെക്കാൻ പുളി വെച്ചിട്ട് പിന്നെ വാരട്ട് വെച്ചിട്ട് കുറച്ച് ഇനി വയ്ക്കും. അപ്പഴത്തേ ഞാൻ പൊടി കേട്ടാ. മുളക് പൊടിയാന്ന്. എരിവേണ പാട് കൂടുതൽ വേണ്ട. പച്ചമുളകല്ലേ അതല്ലേ? മതിയാവും മതിയാവും. കുട്ടികൾക്ക് കൂട്ടണ്ടിയല്ലേ? അതെ. ഈ പറഞ്ഞ പൊടിക്ക് നല്ല എരിവുണ്ടാവും. വേണ്ട മുളകെല്ലാം കുറച്ചാക്കി. മഞ്ഞപ്പൊടിയും കുറച്ച്, നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടും കേട്ടോ. നിങ്ങൾ മഞ്ഞപ്പൊടി ഇടുമെന്ന് അറിയില്ല. നമ്മൾ കുറച്ചിടും. ചിലവർ മഞ്ഞപ്പൊടി ഇടൂല. നമ്മൾ മഞ്ഞപ്പൊടി ഇടും. വെച്ചാൽ ഒരു അത്രയും ഇടലും കുറച്ചൊരു എന്നാലേ നിറവുണ്ടാവും. ഒരു കളറ് കാണാൻ. ഉപ്പ് കുറച്ച് കഷ്ടമുണ്ട്. മതിയാ? ലേശം കൂടി പുളി ഉണ്ടോന്ന് അറിയില്ലല്ലോ. പുളി നോക്കണ്ടേ? പുളി അരച്ച് എടുത്തോട്ടോ പറ. ഉണ്ടോന്ന് കേട്ടോ. അടുപ്പത്ത് വെക്കലാണ്. ഇനി പച്ചമുളക് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് സ്പൂണോട് എടുത്താൽ ഏലാവൂല. അതുകൊണ്ടാണ് ഞാൻ കൈ ഇടുന്നത്. നിങ്ങൾക്ക് നല്ല കൈ കൊണ്ട് വാരിയിട്ടേന്ന്. വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇതിൻ്റെ അകത്തിട്ട് നല്ലൊരു തിളക്കൽ തിളച്ചിട്ടാകുമ്പോൾ നല്ലോണം കുറുകിയിട്ട് വറ്റും. എന്നിട്ടാകുമ്പോൾ നാരങ്ങ എടുത്തിടുള്ളൂ. നല്ലോണം കത്തുന്നുണ്ട്. ഞാൻ വെച്ച് കത്തൊന്നും ചെയ്യില്ലാന്ന്. ഈ അടുപ്പൊന്ന് വെക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. എത്ര ഗ്യാസ് മുന്ന് വെച്ചിട്ട് തന്നെ അവിടെ ആ ഒരു ടേസ്റ്റ്, അടുപ്പൊന്ന് വെക്കുന്ന ടേസ്റ്റ് എന്തായാലും ഗ്യാസിന്റെ വിലയിൽ വെക്കുന്നത് കിട്ടൂല. പക്ഷെ ഞാൻ ഇനിയിപ്പോൾ എല്ലാവരും രാവിലെ പോകുന്നതുകൊണ്ട് എല്ലാവരും ഗ്യാസ് മുന്ന് തന്നെ വെച്ചു. റൈസ് കുക്കറിൽ ചോറ് വെച്ചു, മറ്റേത് വെച്ചു. ഇന്ന് അടുപ്പത്തുനിന്ന് വെക്കുന്ന ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. ചട്ടിയിലും വെക്കേണ്ടത്. ചട്ടി ഇല്ലാണ്ടായി പോയി. ഇപ്പൊ എല്ലാം കുക്കറിലല്ലേ എല്ലാം വെക്കുന്നത്. അതിൻ്റെ അടുത്ത് ഒരു ചട്ടി ഉണ്ടേനു. അതിൻ്റെ ഒക്കെ ചട്ടിയൊന്നുമില്ല. എല്ലാരും കുക്കറിലല്ലേ വെക്കുന്നില്ല കറി. ഇപ്പൊ പക്ഷെ ചട്ടിയിൽ വെച്ചാൽ നല്ല കുറുകി വരും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എത്ര ദിവസമായാലും ഈ പുളിങ്കരെല്ലാം വെക്കുന്നില്ലേ, കാളനെല്ലാം വെക്കുന്നത് ചട്ടിയിലും എന്നാ മറ്റേ കല്ലുമരിയിലും. കല്യാണത്തിനെല്ലാം കുടുക്കയില വെക്കുക നാരങ്ങ. എത്ര ദിവസം. ഇപ്പൊ നാരങ്ങക്കറി വെക്കാൻ ചട്ടി കിട്ടാനുണ്ടാ? പക്കെങ്കിലേ വെക്കാൻ കഴിയൂ. ചട്ടി ഒരു വിഷു സമയത്ത് ഏപ്രിൽ മാസം വരും. വലിയൊരു ചട്ടി നമുക്ക് വാങ്ങി വെക്കാം. നമുക്ക് ഇങ്ങനെ വെക്കാനായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചട്ടിയിലാകുമ്പോൾ നല്ല ആ നല്ല ടേസ്റ്റ് വരും.
വേഗം തളച്ചിട്ട് പുളി കറുത്തതുകൊണ്ടാണ് അത് ചുവപ്പില്ലാതെ, അല്ലെ നല്ല ചുവപ്പ് വരികയാണ്. കറുത്ത പുളിയാണ്. കറുത്ത പുളിയായതുകൊണ്ട് നല്ല മൊയ്ത്ത് വരും. നല്ല ഉപ്പുണ്ടോ നോക്കിയാ ഇപ്പോഴും ഉണ്ടാവും. ഉപ്പുണ്ടാ? കുറവാണ്. കുറച്ചിട്ടോ ഇട്ടേ. കേട്ടോ കേട്ടോ മതി. പിന്നെ ഇരിക്കാൻ കഴിയില്ല. അതാ സത്യം പറഞ്ഞാൽ ഇരിക്കാൻ കഴിയുന്നില്ല. പണ്ടെല്ലാം മുറ്റത്തെ അടുപ്പിൽ ഇങ്ങനെ മൂട്ടിയാൽ രാത്രി നമ്മൾ ചപ്പ് വാരിയിട്ടും ഒരു വല്ലം ചപ്പ് കൊണ്ടച്ചാലും ഒരു ചോറും ഒരു കറിയും കണക്കാണ്. ചപ്പ് വാരി കൊണ്ടച്ച് രാവിലെ വരാൻ പോകും. എന്നുവെച്ചാൽ രാവിലെ ആകുമ്പോൾ നല്ല മഞ്ഞ് കൊണ്ട് ഒതുങ്ങും ചപ്പ്. വെള്ളത്തിൽ നിറച്ചാടെ വെച്ച് ഒരു അടുപ്പ് മൂട്ടി ഒരു പലകയും വെച്ചാണ് എന്നിട്ട് ഇങ്ങനെ മൂട്ടും. ഇനിയിപ്പോൾ ആരൊക്കെ ഇരിക്കാൻ കഴിയാ? ഒരാൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഒരടുപ്പത്ത് കറി വെക്കും, ഒരടുപ്പത്ത് ചോറ് വെക്കും. എത്ര വേഗം ഒരു ഇരുന്ന് കുത്തി ഇരുന്ന്. അപ്പൊ ഇനിയിപ്പോ കുത്തി വയ്ക്കാൻ സമയമില്ല, ഇരിക്കാനും കഴിയില്ല. നാരങ്ങ എല്ലാം കുറുകിയായി. ഇനി നാരങ്ങ ഇടുന്നുണ്ട്. അതാ മഞ്ഞളിന്റെ കളറാ, അല്ല ഇത് പുളീന്റെ കളറാ. കറുപ്പ് നല്ല പുളിയാണ്, ഒരു കറുപ്പ് കളറുണ്ട്. ഇതിന്റെ അരി അതിന്റെ കളർ എങ്ങനെയാണ്? എനിക്കൊന്നും ആയിട്ടില്ല. ഇത് കുറുകിയിട്ടൊന്ന് വരാനുണ്ട്. കുറച്ചിട്ടോ, ബാക്കി പറ്റണം. ഇനിയൊന്നും ഇടാനാവില്ല. ഇപ്പം എല്ലാം നോക്കിയിട്ടിരുന്ന ഓക്കെ. പിന്നെ ഇട്ട് രസമില്ല. ഉപ്പില്ല. ഉപ്പിണ്ണ ഉപ്പിടുന്നു. നല്ല എരിവ് പുളിയുന്നുണ്ട്. ഇത് വേണോ? എല്ലൂട്ടോ. ഉപ്പ് കുറഞ്ഞാലിടാ, കൂടിയാലെന്താ ചെയ്യാ? പക്ഷെ ഉപ്പ് ആവൂല, കൂടൂല. നാരങ്ങക്ക് എത്ര ഉപ്പിട്ടാലും ഇതാവില്ല. അങ്ങനെയാണ് കണക്ക്. നന്ന കൂടിയപ്പനെ പോക്കണം. ഇനി അങ്ങനെയൊന്നും കയ്പില്ല കേട്ടാ. ഒരു 2 അണി വരുന്നതാ. ചെറിയ അണിയാണ്. കയ്പില്ലാതെ നാരങ്ങയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതെല്ലാം നല്ലോണം ഇളക്കി കഴിയുമ്പോൾ വാങ്ങി വെക്കാം നമുക്ക്. പിന്നെ നമ്മളിങ്ങനെ പാചകം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്കല്ലോ നമ്മൾ വെച്ചാൽ അധികം പാചകം ചെയ്യാൻ നിൽക്കില്ല. വെച്ചാൽ സമയം കിട്ടൂല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഒരു സമയമുണ്ട്. ഉണക്കുമുളക് മുറിച്ചിടും. കടു പൊട്ടി അതിലേക്ക് ഉണക്കുക മുളക് ഇടാനാണ്. കരിയേപ്പിലി ഉരുവി ഇടുന്നുണ്ടേ. കരിവേപ്പില ഇതാ. നാരങ്ങ കറി റെഡിയാവാൻ പോകുന്നു. നാരങ്ങ കറി ഉണ്ടോ നിങ്ങൾ? നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളിങ്ങ് വന്നാൽ നമ്മൾ നാരങ്ങ തരും നിങ്ങൾക്ക് കേട്ടോ. അന്നത്തേക്ക് സൂപ്പറാ, നല്ല രസം. തനിയണോ? തനിയാലും ടേസ്റ്റ് ഉണ്ടാവും.
കഴിഞ്ഞിട്ട് എന്നാലും അതിന്റെ ഉപ്പ് മനസ്സിലാവൂ. ശരിക്കും നാളെ കൂട്ടണം, എന്നാലും അതിൻ്റെതായിട്ട് ആ നാരങ്ങന്റെ ഒരു നാരങ്ങ പഴയതാകുന്നതിന് രുചി കൂടുതലായി. പണ്ടെല്ലാം 2 ആഴ്ചയിൽ എത്തിക്കോ, ഇപ്പൊ പക്ഷെ ഒരു കൊല്ലം എത്തിക്കോ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അന്നെല്ലാം ഫ്രിഡ്ജിന്റെ ആർക്കെങ്കിലും അന്നെല്ലാം കുടുക്കയിലെല്ലാം വെച്ച് തന്നെയാണ് വെച്ചിട്ടാണ് അടിച്ചാടും. ഈ നാരങ്ങക്ക് നിങ്ങളെ നാട്ടിൽ എന്നാ പറയാ? നമ്മളെ നാട്ടിൽ ഗണപതി നാരങ്ങ എന്നാ ഇതിന് പറയാ. നിങ്ങളെ നാട്ടിൽ എന്നാ പറയാന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കമന്റ് ചെയ്യണം കേട്ടാ, കണ്ടവര്. എനിക്ക് നാരങ്ങ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ. എനിക്ക് അതേ വിടും. നാരങ്ങ ഉണ്ടായാലും എനിക്ക് വരൊന്നും വേണ്ട. നാരങ്ങ കൂട്ടി ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കും. ഇപ്പം നാരങ്ങ അവർ പറിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് കണ്ടിന്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്തായാലും നാരങ്ങ തരുന്ന എനിക്കറിയാം. നാരങ്ങ വെച്ച് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇതാ എടുക്കാൻ പോകുന്നു. പിന്നെ എല്ലാവരും കണ്ടവര് കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. നമ്മളെ ഇത്രയും വേണ്ട നാരങ്ങ. അത് മതിയാ? അത് മതി, ഇഷ്ടം പോലെ മതി. വേണ്ടേ? വേണ്ട മതിയാ? നമ്മൾ വാടാർ മല്ലിക യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നമ്മൾ നാരങ്ങക്കറി വെച്ച് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ വന്നാലും നമ്മൾ നാരങ്ങക്കറി തരും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ നാട് പാവന്നൂരാന്ന്, കണ്ണൂർ വഴി വന്ന് കണ്ണൂരാന്ന്. പാവന്നൂർ മുട്ട ബാലവാടി സ്റ്റോപ്പാണ് നമ്മളെ വീട്. അതുകൊണ്ട് ആർക്കും വരണ്ടിക്കും പറഞ്ഞാൽ നമ്മൾ നാരങ്ങക്കറി 2 ദിവസത്തിനുള്ളിൽ വന്നാൽ തരും നമ്മൾ. എന്നാൽ ബൈ.